Hello everyone, welcome to Smart Tutor. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നതാണ്. നമുക്കറിയാം മെഷീൻ ലേണിംഗിൽ 3 ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ദെൻ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതിന്റെ ഇടയ്ക്ക് ഒരാളും കൂടെ വരാറുണ്ട്, അതായത് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു മോഡലും കൂടെ വരാറുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നതാണ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ ഒരു ടെക്നിക്കാണ്. വേർ an algorithm is trained on labeled data to make predictions of decisions. അതായത് ഒരു അൽഗോരിതത്തിനെ ലേബിൾഡ് ഡാറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ട് പ്രിഡിക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു മെഷീനെ കേപ്പബിൾ ആക്കുവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ട്രെയിൻഡ് ഓൺ ലേബിൾഡ് ഡാറ്റ. ലേബിൾ ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ പേര് പോലെ തന്നെ മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ മെഷീന് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ മെഷീനെ കൊണ്ട് പഠിപ്പിക്കുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ കാറ്റ്സിന്റെ കുറെ ഇമേജസും ഡോഗിന്റെ കുറെ ഇമേജസും എടുക്കുക. എന്നിട്ട് നമ്മൾ പറയുവാണ് മെഷീനോട് ഇത് കാറ്റിന്റെ ഇമേജ് ആണ്, ഇത് ഡോഗിന്റെ ഇമേജ് ആണ്. എന്നിട്ട് ആ മെഷീൻ പഠിക്കുവാണ് ആ ഒരു ഇമേജസിൽ നിന്ന്. എന്നിട്ട് നമ്മൾ പിന്നീട് ആ മെഷീൻ കാണാത്ത ഒരു ഡോഗിന്റെ ഇമേജോ അല്ലെങ്കിൽ കാറ്റിന്റെ ഇമേജോ കൊടുക്കുമ്പോൾ നമ്മൾ മെഷീൻ പറയും ഇത് കാറ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഡോഗ് ആണ് എന്ന്. ഇതാണ് സിമ്പിൾ ആയിട്ട് മെഷീൻ ലേണിംഗിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ മെഷീൻ ലേണിംഗിന്റെ അകത്ത് പല രീതിയിൽ നമ്മൾ പറയും. അതിൽ ഒന്നാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ലേബിൾ ചെയ്ത ഡാറ്റയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ കാറ്റും ഡോഗിന്റെ ഇമേജസ് ആണെങ്കിൽ കാറ്റ്, ദിസ് ഇസ് എ കാറ്റ്, ദിസ് ഇസ് എൻ ഇമേജ് ഓഫ് ഡോഗ്. അങ്ങനെ ലേബിൾ ചെയ്ത ആ ഒരു ഡാറ്റയ്ക്ക് ഒരു ലേബൽ ഉണ്ടാവും. ആ ലേബിൾ ചെയ്തായിരിക്കും നമ്മൾ ആ മെഷീനെ ട്രെയിൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു മെഷീന് പിന്നെ ഒരു കാറ്റിന്റെ ഇമേജ് കാണിക്കുമ്പോൾ മെഷീൻ പ്രിഡിക്റ്റ് ചെയ്യുവാണ്, ഇത് കാറ്റിന്റെ ഇമേജ് ആണ് അല്ലെങ്കിൽ ഇത് ഡോഗിന്റെ ഇമേജ് ആണ്. അങ്ങനെ കണ്ടുപിടിക്കുക. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. So, the goal is to make accurate predictions or classifications on new, unseen data by learning patterns and relationship from the provided training example. അപ്പോൾ നമ്മൾ ആ മെഷീനെ ട്രെയിൻ ചെയ്യുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട്, അതായത് ഇമേജസ് ഓഫ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആണെങ്കിൽ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ആ ഒരു ഇമേജിന്റെ അകത്ത് നിന്ന് അതിന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും റിലേഷൻഷിപ്പ് പാറ്റേൺ ഇതെല്ലാം മനസ്സിലാക്കി ആ മെഷീൻ പഠിച്ചു വെക്കും. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ അത് കാണാത്ത ഒരു അൺസീൻ ആയിട്ടുള്ള പുതിയൊരു ഡാറ്റ, ഒരു ഇമേജ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പ്രിഡിക്ഷൻ കൊടുക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേബിൾ ചെയ്ത ഡാറ്റയെ വെച്ചിട്ടായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലേബിൾ ചെയ്ത ഡാറ്റ, കാറ്റിന്റെ ഇമേജസും ഡോഗിന്റെ ഇമേജും ലേബിൾ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിനെ വെച്ച് ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു ഇമേജ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഇത് കാറ്റ് ആണെങ്കിൽ കാറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കും, അല്ലെങ്കിൽ അത് ഡോഗ് ആണെങ്കിൽ ഡോഗ് എന്ന രീതിയിൽ കാണിക്കും. നെക്സ്റ്റ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്? അപ്പൊ ഈ ലേബിൾഡ് ഡാറ്റ സെറ്റും ലേണിംഗ് പ്രോസസ്സും. ലേബിൾഡ് ഡാറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മോഡൽസ് ട്രെയിൻഡ് ഓൺ എ ഡാറ്റ സെറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഇൻപുട്ട് ഫീച്ചേഴ്സ് ആൻഡ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലേബിൾസ്. ഇപ്പൊ ഇൻപുട്ട് ഫീച്ചേഴ്സും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലേബിൾസും ഒക്കെയുള്ള ഒരു ലേബിൾഡ് ഡാറ്റ സെറ്റിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. ലേണിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം ലേൺസ് എ മാപ്പിംഗ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടു മേക്ക് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു മാപ്പിംഗ്, അത് കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഇൻപുട്ട് ഇമേജസ് വെച്ചിട്ട് നോക്കും. നമ്മൾ ഒരു പുതിയൊരു ഇമേജ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇമേജ് നോക്കിയിട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഡാറ്റ ഉണ്ടല്ലോ, അത് വെച്ച് കണക്ട് ചെയ്ത് അവർ തമ്മിൽ ഒരു മാപ്പിംഗ് നടത്തിയിട്ടാണ് ഈ അൽഗോരിതം ലേൺ ചെയ്യുന്നത്. സോ എന്നിട്ട് എന്താ ഒരു ഫ്യൂച്ചർ പ്രിഡിക്ഷൻ കറക്റ്റ് ആയിട്ട് നടത്തും. ഇപ്പൊ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ ദ മോഡൽ ടു ജനറലൈസ് വെൽ ടു ന്യൂ ഡാറ്റ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ. സൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്? സോ സ്റ്റെപ്പ് നമ്പർ 1, കളക്ട് ലേബിൾ ഡാറ്റ. സൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലേബിൾ ചെയ്ത ഡാറ്റയെ ഒരു മെഷീനിലേക്ക് ആദ്യം കൊടുക്കുവാണ്. അപ്പൊ ആ മെഷീൻ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ദ ഡാറ്റ ആൻഡ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പൊ ആ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടാവും കൊടുക്കുന്നത്. ആ ഡാറ്റയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും, 2 സെറ്റുകളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഈ ട്രെയിനിങ് സെറ്റ് യൂസ് ചെയ്തിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ദ മോഡൽ ഓൺ ദ ട്രെയിനിങ് ഡാറ്റ. ഇവാലുവേറ്റ് ദ മോഡൽസ് പെർഫോമൻസ് ഓൺ ടെസ്റ്റിംഗ് ഡാറ്റ. അപ്പൊ ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്തു, ടെസ്റ്റിംഗ് ഡാറ്റ വെച്ചിട്ട് മോഡലിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. കറക്റ്റ് ആണോ ട്രെയിൻ ചെയ്തത്, കറക്റ്റ് ആണോ, മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട് എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഫൈൻ ട്യൂൺ ദ മോഡൽ ഇഫ് നെസസറി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാറ്റിന്റെയും ഡോഗിന്റെയും ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു വലിയ എമൗണ്ട് ഓഫ് ഡാറ്റനെ സിസ്റ്റത്തിലേക്ക്, മെഷീനിലേക്ക് കൊടുക്കും. എന്തായിരിക്കും ആ ഡാറ്റ എന്ന് പറയുന്നത്? കാറ്റ്സിന്റെ കുറെ ഇമേജസ് കാണും, ഡോഗ്സിന്റെ കുറെ ഇമേജസ് കാണും. ലേബിൾ ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അത് നമ്മൾ മോഡലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മോഡൽ എന്ത് ചെയ്യും? ആ ഒരു വലിയ എമൗണ്ട് ഓഫ് ഡാറ്റയെ 2 സെറ്റ് ആക്കും. ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റും. ട്രെയിൻ ചെയ്യാവുന്ന സെറ്റ് വെച്ചിട്ട്
മോഡലിനെ ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട് പെർഫോമൻസ് കറക്റ്റ് ആയിട്ടാണോ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഫൈനലി നമ്മൾ ഇതിന് ഇൻപുട്ട് ഇട്ട് കൊടുക്കും. ഒരു ഡോഗിന്റെ ഇമേജ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യെസ് ദിസ് ഇസ് ദ ഇമേജ് ഓഫ് എ ഡോഗ്, അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പറഞ്ഞ ഈ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എല്ലാം ഒരു ഡയഗ്രാം ആയിട്ട് കാണിച്ചേക്കുവാണ്. ഫസ്റ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എന്താണ്, ലേബിൾഡ് ഡാറ്റ. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ട്. അപ്പൊ അതിന്റെ ലേബിൾസും പറയുക. അതായത് ഈ ഒരു ഷേപ്പിലുള്ളവരെല്ലാം ഹെക്സഗൺസ് ആണ്, അതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളവരെല്ലാം ട്രയാങ്കിൾ ആണ്, നെക്സ്റ്റ് ഈ ഒരു ഷേപ്പിലുള്ളവരെല്ലാം സ്ക്വയർ ആണ്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. മോഡൽ ട്രെയിൻ ചെയ്യുന്നു. ആ ഒരു ഡാറ്റ ലേബിൾഡ് ഡാറ്റ വെച്ചിട്ട് മോഡൽ ട്രെയിൻ ചെയ്യുവാണ്. എന്നിട്ട് പ്രിഡിക്ഷൻ നടക്കുവാണ്. ടെസ്റ്റ് ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്ക്വയർ ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്ക്വയർ ആണെന്ന് കൊടുക്കും. ദെൻ എന്താണ്, നമ്മൾ ഈ ട്രയാങ്കിൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് ട്രയാങ്കിൾ ആണെന്ന് പ്രിഡിക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇങ്ങനെയാണ് ഫൈനലി നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിനെ എങ്ങനെ നമ്മുടെ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫിനാൻസ്, അതായത് പ്രിഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ് ഓർ ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്. ഇപ്പൊ ഒരു വെബ്സൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഉണ്ട്, ഏറ്റവും നല്ല ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പൊ നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുകയാണ് കുറേ ഫ്രോഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കും കൂടെ നമ്മൾ ഒരു സിസ്റ്റത്തിന് കൊടുത്ത് സിസ്റ്റം ട്രെയിൻ ചെയ്യുവാണ്. ഇങ്ങനെയാണ് ഒരു ഫ്രോഡ് വെബ്സൈറ്റ്, ഇങ്ങനെയാണ് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വെബ്സൈറ്റ് ഇങ്ങനെയാണ്. അപ്പൊ സിസ്റ്റം പിന്നെ നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് ഒരു വെബ്സൈറ്റോ ഇമെയിലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്യും, ഓ ഇത് ഫ്രോഡ് ആണ്, ഇത് നമുക്ക് സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ പ്രിഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ്, കറന്റ്ലി റൺ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ നമ്മൾ സിസ്റ്റത്തിന് കൊടുത്ത് നമുക്ക് സിസ്റ്റത്തിന് സ്റ്റോക്ക് പ്രൈസസ് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും. അടുത്ത ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഡയഗ്നോസിങ് ഡിസീസ് ബേസ്ഡ് ഒരു പേഷ്യന്റിന്റെ ഡാറ്റ, അയാളുടെ എന്തൊക്കെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അയാളുടെ കണ്ടീഷൻസും എല്ലാം നമ്മൾ കൊടുത്തിട്ട് പേഷ്യന്റിന്റെ എന്തൊക്കെ മരുന്നുകൾ വേണം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്തൊക്കെ അസുഖം വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് കെയറിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രിഡിക്റ്റിംഗ് കസ്റ്റമർ ബിഹേവിയർ, എങ്ങനെയായിരിക്കും കസ്റ്റമറിന്റെ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മാർക്കറ്റിംഗിൽ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യാം. അടുത്ത വിഷ്വൽസ്, ഇൻക്ലൂഡിംഗ് ഐക്കൺസ് ഓഫ് വിഷ്വൽ റെപ്രസെന്റിംഗ് ദീസ് ഫീൽഡ്സ് ഓഫ് ബെറ്റർ എൻഗേജ്മെന്റ്. ഇപ്പൊ വിഷ്വൽസിന്റെ അകത്ത് ഐക്കൺസ് അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെന്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റും. അപ്പൊ അതെല്ലാം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് എനേബിൾസ് ആക്യുറേറ്റ് ഡിസിഷൻ മേക്കിംഗ് ബൈ ലേണിംഗ് ഫ്രം ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പ്രീവിയസ്ലി നടന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് ആക്യുറേറ്റ് ആയിട്ട് ഡിസിഷനെ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു മെഷീൻ ഉണ്ടാവും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കീ ടെക്നിക് ഇൻ പ്രിഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് ഓട്ടോമേഷന്റെ കാര്യത്തിലും അതുപോലെ പ്രിഡിക്റ്റീവ് അനലിറ്റിക്സിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. റിയൽ വേൾഡിൽ മെഡിക്കൽ ഡയഗ്നോസിസിലും അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷന്റെ കാര്യത്തിലും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ലേബലിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സ്പാം വേഴ്സസ് നോട്ട് സ്പാം ഓർ യെസ് ഓർ നോ. അതായത് ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ മെഷീനിലേക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോഴത്തേക്ക് അത് സ്പാം ആണോ അല്ലെങ്കിൽ സ്പാം അല്ലേ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അത് സ്പാം ആണോ അല്ലേ, അല്ലെങ്കിൽ യെസ് ഓർ നോ, അങ്ങനെയുള്ള രീതിയിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി റിഗ്രഷൻ ആകുമ്പോൾ കണ്ടിന്യൂസ് വാല്യൂവിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഹൗസ് പ്രൈസസ്, ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിലും വേരി ചെയ്യും. പല സമയത്ത് പല ടെമ്പറേച്ചർ ആയിരിക്കും. ഹൗസ് പ്രൈസ് ആണെങ്കിൽ അത് മാറി വരും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് വാല്യൂവിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. Supervised learning is of 2 types, classification and regression. In classification, defined labels, regression, non-defined labels. ഇനി ഈ റിഗ്രഷനും ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് തന്നെ പല പല മോഡൽസ് ഉണ്ട്. ലീനിയർ റിഗ്രഷൻ, ദെൻ പോളിനോമിയൽ റിഗ്രഷൻ, റിഡ്ജ്, ലാസോ. ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും നെയ്വ് ബയാസസ്, അതുപോലെ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും ഒരുമിച്ച് വരുന്ന അൽഗോരിതംസ് ഉണ്ട്. ഡിസിഷൻ ട്രീ, കെ നിയറസ്റ്റ് നെയ്ബർ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ഇതെല്ലാം ഇതിന്റെ അകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. യൂസ് ചെയ്യുന്നത് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് പ്രിഡിക്ട് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ് ബേസ്ഡ് ഓൺ ഒരു ഇൻപുട്ട് ഫീച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയുള്ള ന്യൂമറിക്കൽ വാല്യൂസിനെ പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് എയിം ചെയ്തേക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിലൊരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പല പല ഫീച്ചേഴ്സ് ലൈക്ക് സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ഹൗസിന്റെ പ്രൈസ് പ്രിഡിക്ട് ചെയ്യാം. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആരൊക്കെയാണ്? സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ. ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് പ്രിഡിക്റ്റിംഗ് ഹൗസ് പ്രൈസ്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അവർ തമ്മിലൊരു
ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. ദ ഗോൾ ഈസ് ടു മിനിമൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിഡിക്റ്റഡ്. അപ്പം ഇതിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസിനെ മിനിമൈസ് ചെയ്യുക എന്നതാണ്. അൽഗോരിതം യൂസ് ചെയ്ത് ഈ ലീനിയർ റിഗ്രഷന്റെ അകത്ത് വരുന്ന അൽഗോരിതംസ് ആണ് ലീനിയർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഈ ഒരു ഗ്രാഫ് നോക്കി, റിഗ്രഷനെ അങ്ങനെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തേക്കുക. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിയാൽ സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ, ഇതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ഹൗസ് പ്രൈസ്. ഹൗസ് പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഈ ഒരു വാല്യൂ ഹൗസ് പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സൈസ്, നമ്പർ ഓഫ് ബെഡ്റൂംസ്, ലൊക്കേഷൻ, ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചേഴ്സ് വെച്ചിട്ടായിരിക്കും ഹൗസ് പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്നിട്ട് ജസ്റ്റ് അതിന്റെ ആ ഡാറ്റ പോയിന്റ്സിനെ എല്ലാം ജസ്റ്റ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് ഒരു ലൈൻ ഓഫ് റിഗ്രഷൻ വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പേര് പോലെ തന്നെ എന്താ, നമ്മളൊരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കും. ഇൻപുട്ട് ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസ് എ, ക്ലാസ് ബി, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഫീച്ചേഴ്സിന്റെ ഔട്ട്പുട്ട് ക്ലാസസിന്റെ ഒക്കെ പാറ്റേൺസ് ലേൺ ചെയ്തെടുത്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. സോ ക്ലാസിഫിങ് ഇമെയിൽസ്, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇമെയിൽസിന് സ്പാം ആണോ അല്ലയോ എന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മോഡൽ എയിം ചെയ്യുന്ന ജനറേറ്റ്സ് ലേണിംഗ് ടു മേക്ക് ആക്യുറേറ്റ് പ്രിഡിക്ഷൻസ് ഓൺ ന്യൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു മോഡൽ ശരിക്കും എന്തിനാണ്? ആക്യുറേറ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യുവാണ്. ഒരു അൺസീൻ ആയിട്ടുള്ള ഡാറ്റ കൊടുക്കും. നമ്മൾ മറ്റേ ഡോഗ്, കാറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഒരു അൺസീൻ ആയിട്ടുള്ള ഡാറ്റ മോഡലിലേക്ക് കൊടുക്കുമ്പോൾ അത് കണ്ടുപിടിക്കും ഇത് ഏത് ക്ലാസ്സിലാണ്, ക്ലാസ് എയിലെ ആണോ ക്ലാസ് ബിയിലെ ആണോ എന്ന് കണ്ടുപിടിക്കും. സോ അൽഗോരിതംസ് ഇൻക്ലൂഡ്, ഇതിന്റെ അകത്ത് വരുന്ന അൽഗോരിതംസ് ആണ് ഡിസിഷൻ ട്രീ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ദെൻ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മുടെ ക്ലാസിഫിക്കേഷനകത്തും റിഗ്രഷൻ്റെ അകത്തും ഒക്കെ സെയിം വരുന്ന സാധനം. ഇതിൽ SPM ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ക്ലാസ് എ ക്ലാസ് ബിന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് പുതിയൊരു ഡാറ്റ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ക്ലാസ് എയിലെ ആണോ ക്ലാസ് ബിയിലെ ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യും. ഇതാണ് ക്ലാസിഫിക്കേഷൻ. റിഗ്രഷനും ക്ലാസിഫിക്കേഷനും വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഡിസിഷൻ ട്രീയും ന്യൂറൽ നെറ്റ്വർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർവൈസ് ലേണിംഗ് മോഡലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ.